എല്ലാവർക്കും ബൾബ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിലും സയൻസിൽ തന്നെയായിരുന്നു പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ലോകപ്രശസ്തനായതിനു ശേഷവും പ്രപഞ്ചത്തിലെ എല്ലാ ഫോഴ്സിനെയും വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ഏകീകൃത സിദ്ധാന്തം രൂപപ്പെടുത്തുക എന്ന അവസാനത്തെ നിഗൂഢത പരിഹരിക്കാനാണ് അദ്ദേഹം തൻ്റെ ഭൂരിഭാഗം സമയവും ചെലവഴിച്ചത്. അദ്ദേഹം പൊതുജന ശ്രദ്ധയിൽ നിന്ന് എപ്പോഴും അകന്നു നിന്നു. എങ്കിലും ജോലി ചെയ്യുന്നത് ഒരിക്കലും നിർത്തിയില്ല. ഐൻസ്റ്റീൻ എല്ലാ ദിവസവും പഠനം തുടരുകയും മറ്റു ശാസ്ത്രജ്ഞർക്ക് കത്തുകൾ എഴുതുകയും ചെയ്തുകൊണ്ടിരുന്നു. 1955 അബ്ഡോമിനൽ അയോർട്ടിക് അന്യൂറിസം എന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നം കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായി. ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്താൻ ആഗ്രഹിച്ചെങ്കിലും ഐൻസ്റ്റീൻ അതിന് തയ്യാറായില്ല. 1955 ഏപ്രിൽ 18 76-ാം വയസ്സിൽ US-ലെ പ്രിൻസ്റ്റൺ ഹോസ്പിറ്റലിൽ വെച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ അന്തരിച്ചു. ഈ വാർത്ത പരന്നതോടെ വാർത്തകൾ ശേഖരിക്കാനായി റിപ്പോർട്ടർമാർ കൂട്ടത്തോടെ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി. എന്നാൽ ലൈഫ് മാഗസിനിലെ ഫോട്ടോഗ്രാഫറായ റാൽഫ് മോസ് തികച്ചും വ്യത്യസ്തമായ ഒരു തീരുമാനമാണ് എടുത്തത്. മറ്റു റിപ്പോർട്ടർമാരുടെ കൂട്ടത്തോടൊപ്പം പോകുന്നതിനു പകരം അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ് സ്റ്റഡിയിലുള്ള ഐൻസ്റ്റീൻ്റെ ഓഫീസിലേക്കാണ് പോയത്. അവിടെ ഉള്ളിലെല്ലാം ഐൻസ്റ്റീൻ എങ്ങനെയാണോ ഇട്ടുപോയത് അതുപോലെ തന്നെയായിരുന്നു. എല്ലായിടത്തും പുസ്തകങ്ങൾ കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. മേശപ്പുറം മുഴുവൻ പേപ്പറുകൾ നിറഞ്ഞിരുന്നു. പൂർത്തിയാകാത്ത ചിന്തകളുടെ കുറിപ്പുകൾ ആരും തൊടാതെ അപ്പോഴും അവിടെ തന്നെ അവശേഷിച്ചിരുന്നു. മോസ് ആ മുറിയുടെ മനോഹരവും എന്നാൽ വികാര നിർഭരവുമായ ചില ചിത്രങ്ങൾ പകർത്തി. തൻ്റെ അവസാന ദിവസം വരെ ഉത്തരങ്ങൾക്കായി തിരഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രതിഭയുടെ മനസ്സിനെ ഒപ്പിയെടുത്ത നിശബ്ദ ചിത്രങ്ങളായിരുന്നു അവ. ഐൻസ്റ്റീൻ ഒരിക്കലും പഠിക്കുന്നത് നിർത്തിയിട്ടില്ലെന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ലെന്നും അറിവിനായുള്ള തിരച്ചിൽ ഒടുക്കം വരെ തുടർന്നിരുന്നുവെന്നുമുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലായി ആ ചിത്രങ്ങൾ മാറി. ലോകം കണ്ട പ്രതിഭയായ ഐൻസ്റ്റീനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് കമൻ്റായി അറിയിക്കുക.